കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയം സംബന്ധിച്ച് ഒരുപക്ഷെ ഇവിടെ എതിർപ്പില്ല, CPM-ന് പോലും എതിർപ്പില്ല. കോൺഗ്രസ് ഒരു മതനിരപേക്ഷ പാർട്ടിയായി തന്നെ രാജ്യത്ത് നിലനിൽക്കേണ്ടതുണ്ട്. രാജ്യത്ത് BJP എന്ന് പറയുന്ന വലിയ വർഗീയ പാർട്ടിയെ നേരിടേണ്ടി വരുമ്പോൾ, ഒരു വലിയ സഖ്യം രൂപീകരിക്കേണ്ടി വരുമ്പോൾ കോൺഗ്രസ് മുന്നിൽ തന്നെ ഉണ്ടാകണം എന്ന നിലപാടാണ് ഇടതുപക്ഷത്തിനടക്കം ഉണ്ടാകുന്നത്. പക്ഷേ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ അവസരങ്ങളിൽ നിങ്ങളെടുക്കുന്ന നിലപാട്, നിങ്ങൾ അവസരവാദപരമായ നിലപാടെടുക്കുന്നു, നിങ്ങൾ വർഗീയതയോട് സന്ധി ചെയ്യുന്നു, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മതരാഷ്ട്രവാദികളോട് അവരുടെ വോട്ട് വാങ്ങുന്നു, വെൽഫെയർ പാർട്ടിയുടെ വേദികളിൽ പങ്കെടുക്കുന്നു. നിങ്ങൾക്ക് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനത്തിൻ്റെ ഒരു വിഷയം അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. അതുമാത്രമല്ല, അതിഗുരുതരമായ ജാഗ്രതക്കുറവുകൾ വരുത്തുകയും ചെയ്യുന്നു. ആ ജാഗ്രതക്കുറവ് വരുത്തുന്നത് എന്താണ്? ഇവിടുത്തെ ജനാധിപത്യത്തിൻ്റെ തകർച്ചയിലേക്ക്, ഇവിടുത്തെ മതനിരപേക്ഷ ബോധ്യത്തിൻ്റെ തകർച്ചയിലേക്ക് കൊണ്ടുവരുമ്പോൾ ചെയ്യുമ്പോൾ ആക്രമിക്കപ്പെടുക തന്നെ ചെയ്യും. ശ്രീ റോണി കെ ബേബി, ഞങ്ങൾക്ക് സംഘടനാപരമായി ഞങ്ങളുടെ ഭാഗത്തൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. കാരണം ഈ കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ CPM-ന്റെ വളരെ സത്യസന്ധമായ വിലയിരുത്തൽ നോക്ക്. 18,000 വോട്ടുകളാണ് നിലമ്പൂരിൽ പുതുതായി ചേർത്തത്. അതിൽ 13,000 വോട്ടുകളും ചേർത്ത പ്രസ്ഥാനം എന്ന് പറയുന്നത് UDF ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പാലക്കാട് ആയിക്കോട്ടെ, തൃക്കാക്കര ആയിക്കോട്ടെ, പുതുപ്പള്ളി ആയിക്കോട്ടെ, ഞാൻ വരുന്ന കോട്ടയം ജില്ലയിൽ നിന്നും ഞാൻ DCC ജനറൽ സെക്രട്ടറി എന്നതിൽ പറഞ്ഞു, ഞങ്ങൾ 1,00,000 വോട്ടുകളാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പുതുതായി ചേർത്തത്. ഒരു വീഴ്ച എവിടെ സംഭവിച്ചു എന്നുകൊണ്ട് അതുപോലും ബോധപൂർവമായ ഒന്നൊരു വീഴ്ചയില്ല. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് 2020 അദ്ദേഹം വോട്ട് ചെയ്തതാണ്, തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വോട്ട് ചെയ്തതാണ് എന്ന് വിനു ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ വിശ്വാസമാണ് നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടാകും. കാരണം എല്ലാവരും ഇതല്ലേ പറയുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ വോട്ട് ചെയ്തു, കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഞാൻ വോട്ട് ചെയ്തു. ഇപ്പോൾ ആ ഒരു വിശ്വാസം, അപ്പോൾ അങ്ങനെ ഒരു വീഴ്ച വന്നു. അതുകൊണ്ട് ആദ്യം ഞാൻ ഉദാഹരണ സഹിതം ആന്തൂർ നഗരസഭയിൽ ഉൾപ്പെടെ ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഇത് എല്ലാവർക്കും അങ്ങനെയുള്ള ചെറിയ ചെറിയ വീഴ്ചകളുണ്ടാകും. ഞാൻ പറഞ്ഞു അതിനെ നമ്മൾ വെച്ചുകൊണ്ട് ജനറലൈസ് ചെയ്യരുത്. ജനറലൈസ് ചെയ്യല്ല ശ്രീ റോണി സാർ, അതായത് ജനറലൈസ് ചെയ്യുകയല്ല. അതായത് ഈ വളരെ മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിയ ഒരു VM വിനുവിനെ പോലെ ഒരാൾ, അദ്ദേഹത്തിൻ്റെ വോട്ടർ നമുക്കറിയാം. തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കൊക്കെ അറിയാം ഞങ്ങളെക്കാൾ കൂടുതലായിട്ട്, തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് 5 വർഷത്തിലൊരിക്കൽ വരുന്ന ഏറ്റവും വലിയൊരു വാറാണ്. ആ യുദ്ധത്തിൽ എടുക്കേണ്ട തന്ത്രങ്ങളുണ്ട്. ഒരു ചെറിയ പിഴവ് മതി, വലിയ പരാജയത്തിലേക്ക് പോകും. അങ്ങനെ ഒരു വലിയ ശ്രദ്ധക്കുറവാണ്. ആദ്യം ചെയ്യേണ്ടതാണ് ആ സ്ഥാനാർത്ഥി, മേയർ സ്ഥാനാർത്ഥിയാണല്ലോ, ആ സ്ഥാനാർത്ഥിക്കുള്ള വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ള ആദ്യം പരിശോധിക്കേണ്ടിയിരുന്നില്ലേ? അതവിടെ നിൽക്കട്ടെ. ഈ ജാഗ്രതക്കുറവ് എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് ഓരോ ദിവസവും പിരിഞ്ഞു പോകുന്ന ഈ 50, 60, 100 പേര് ഓരോ പഞ്ചായത്തിലെ ഓരോ വാർഡുകളിൽ നിന്ന് പോകുന്നവരെ മനസ്സിലാക്കിക്കാൻ കഴിയാതെ പോകുന്നത്? ഈ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തത് യാതൊരു കൂടിയാലോചനയും ഇല്ലാതെ ആയിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും പേർ ഈ പ്രക്ഷോഭവുമായി രംഗത്ത് വരുന്നത്? എന്തുകൊണ്ട് CPM-ന്റെ ഭാഗത്തേക്ക് വരുന്നു? എന്തുകൊണ്ട് ചിലരെങ്കിലും ന്യൂനപക്ഷങ്ങൾ വർഗീയത മനസ്സിലൊളിപ്പിച്ചവർ BJP-യുടെ ഭാഗമായി പോകുന്നു? ഈ പോകുന്നവരെല്ലാം കോൺഗ്രസ്സുകാരാണല്ലോ, അതാണ് വിഷയം. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ഇവിടെ കേരളത്തിലെ പ്രധാനപ്പെട്ട കോർപ്പറേഷനുകൾ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ 84ഓളം സീറ്റുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നു. എവിടെയെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഒരാക്ഷേപം ഇവിടെ അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അതുപോലെ കൊച്ചിയുടെ കാര്യം, തൃശ്ശൂരിന്റെ കാര്യം, കണ്ണൂരിന്റെ കാര്യം, ഏതെങ്കിലും ഒരു കോർപ്പറേഷനിലെ ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രം ഇവിടെ വില. എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്, CPM അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിശകലനം നടത്തുന്നതിൽ CPM പരാജയപ്പെട്ടു പോയോ എന്ന് ചിന്തിക്കുക. അല്ല, അതിന് മറുപടി പറയേണ്ടത് ശ്രീ റോണി കെ ബേബി, അതിന് മറുപടി പറയേണ്ടത് ഞാനല്ലേ, സമ്പത്താണ്. പക്ഷേ ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഇത് വിനുവിന്റെ വിഷയം ജനറലൈസ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്.